ലാലേട്ടന്റെ മകളുടെ ആദ്യ ചിത്രം വിസ്മയ മോഹൻലാൽ ആക്ടിംഗ് ഡെബ്യൂട്ട് അതാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് ആണ് സംവിധാനം. ഞങ്ങൾക്കറിയാം 2018 ഓം ശാന്തി ഓശാനൊക്കെ സംവിധാനം ചെയ്തത് പുള്ളിയാണ്. സത്യം പറഞ്ഞാല് ഈ സിനിമ ഒരു നെപ്പോ കിഡ് ഫിലിമാണ്. അതായത് ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ. സി ടാലന്റഡ് ആയിട്ടുള്ള നെപ്പോ കിഡ് വന്നാൽ പിന്നെ അത് മാറിക്കോളും. അത് ഫ്യൂച്ചറിൽ അവർക്ക് മാറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. ഈ സിനിമയിൽ ലാലേട്ടന്റെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു ക്യാമിയോട് ആവശ്യമുണ്ടെന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇതില് ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്ന ആ ഒരു മെന്റർ ആയിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ തന്റെ മകളുടെ ആദ്യ ചിത്രത്തിൽ തന്നെ മകളോടൊപ്പം ആ ഒരു സ്ക്രീൻ പങ്കിടാനുള്ള ആ ഒരു പ്രൗഡ് ഫാദറിന്റെ ആ ഒരു മൊമെന്റും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേറെ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇതിലെ വില്ലനായിട്ട് വരുന്നത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമാസ് ആണ്. ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂരിന്റെ മകനായ ആശിഷ് ജോ ആന്റണിയാണ് വില്ലനായിട്ടും വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ തന്നെ അറിയാം, ലാലേട്ടന്റെ മകൾ നായിക വിസ്മയ മോഹൻലാൽ, പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണി വില്ലനായിട്ടും വരുന്നു. ഈ രണ്ടുപേരുടെയും ഒരു ഡെബ്യൂട്ട് ആയിട്ടുള്ള പടം. എനിക്ക് തോന്നുന്നു ആശിഷ് ജോ ആന്റണി വേറെ ഏതൊരു സിനിമയിൽ ചെറുതായിട്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് രണ്ട് സീനിലെന്തോ. ഐ ബിലീവ് ലൂസിഫർ 2 എമ്പുരാനിലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇതിൽ എന്തുകൊണ്ട് ലാലേട്ടന്റെ ഒരു എൻട്രി? സത്യം പറഞ്ഞാൽ ഇത് വിസ്മയ മോഹൻലാലിന്റെ സിനിമയാണ്. വിസ്മയ മോഹൻലാലിന്റെ ആക്ടിംഗ് ഡെബ്യൂട്ടാണ്. പുള്ളിക്കാരിയുടെ സിനിമ ഒരു ജേണി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫോഴ്സ്ഫുള്ളി വേണമെന്ന് വലിച്ചു കുത്തിക്കയറ്റിയ ഒരു സീനായിട്ടാണ്, അല്ലെങ്കിൽ കുത്തിക്കയറ്റിയ ഒരു അപ്പിയറൻസ് ആയിട്ടാണ് എനിക്ക് ലാലേട്ടന്റെ അപ്പിയറൻസ് തോന്നിയത്. അതായത് ആ ഒരു മെന്ററിന്റെ ആവശ്യം അവിടെ ആവശ്യമേ ഇല്ല. ഇതും ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഒന്ന്, ലാലേട്ടന്റെ മകളുടെ ആദ്യ ഒരു സിനിമ, അതിലുപരി ലാലേട്ടനെയും കൂടെ കൊണ്ടുവരുമ്പോൾ പടത്തിന്റെ ഹൈപ്പ് ഓവറാൾ കൂടും, പടത്തിൽ വരുന്ന റിവ്യൂസ് ഓവറാൾ കൂടും. ആ ഒരു പൊസിഷനിൽ വരുന്ന ക്യാരക്ടർ വൈസ് ഉള്ള ഒരു റിവ്യൂസും ആ ഒരു ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വരും എന്നുള്ള ഒരു ടോപ്പിക്കിൽ തന്നെയാണ്, പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് ലാലേട്ടൻ വിസ്മയുടെ ഈ ഒരു തുടക്കത്തിലും വരുന്നത്. ഒരാവശ്യവും ഇല്ലാതെ ഫോഴ്സ്ഫുള്ളി ഇല്ല. ഈ സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ട് മൂവ് ചെയ്ത് ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടുക്കൊരു കല്ലെടുത്തിടൂലേ, അപ്പൊ ആ ഫ്ലോ നിൽക്കൂലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എനിക്ക് പേഴ്സണലി തുടക്കം കണ്ടതിന് ശേഷം ലാലേട്ടന്റെ ആ ഒരു ക്യാമിയോയിൽ തോന്നിയത്. ഒരാവശ്യവും ഇല്ലാത്ത ഒരു ക്യാമിയോ. അതിന്റെ ഇടയിൽ ലാലേട്ടനാണല്ലോ, ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ലാലേട്ടൻ ഒരു ഓറ മാൻ ആണ്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെയാണ്, ലാലേട്ടന്റെ അതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ജൂഡ് ആന്റണി ജോസഫ് ലാലേട്ടൻ ഒരു ആക്ഷനും കൊടുക്കുകയാണ്, സ്റ്റണ്ടും കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കണം, ഈ സിനിമ വേറെ ഒരാളുടെ സിനിമയാണ്, അതിലേക്ക് ലാലേട്ടനെ വലിച്ചഴച്ചു എന്നുള്ളത് നേരെ തന്നെയാണ്. എന്നിരുന്നാലും ആ സിനിമയിൽ ലാലേട്ടന് ഫോഴ്സ്ഫുള്ളി ഒരു സ്റ്റണ്ടും കൊടുക്കുകയാണ്. ആ ലാലേട്ടൻ വീരനാണെന്ന് കാണിക്കാനുള്ള, ലാലേട്ടന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കാണിക്കാനുള്ള ആ സീനിന്റെ ഒന്നും ആവശ്യം ഉണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സത്യത്തിൽ ലാലേട്ടന് ക്യാമിയോയുടെ ആവശ്യം ഉണ്ടെന്നേ തോന്നുന്നില്ല. അത് സിമ്പിളായിട്ട് വേറെ ഒരാൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആ സിമ്പിളായിട്ട് വേറെ എത്രയോ നായകന്മാരുണ്ട്, അല്ലെങ്കിൽ വേറെ ആ ഒരു ക്യാരക്ടേഴ്സിനോട് വേറെ മെന്ററായിട്ട് ലാലേട്ടൻ മാത്രമായിട്ട് ആ ക്യാരക്ടറിന് പറ്റുമോ എന്ന് പറയുന്നെങ്കിൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ എത്രയോ ആൾക്കാരുണ്ട്. ഇത് ഫോഴ്സ്ഫുള്ളി ലാലേട്ടനെ ആ ഒരു അപ്പിയറൻസ് പടത്തിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ലാലേട്ടനെ കാസ്റ്റ് ചെയ്തതാണ് ഇത് ജൂഡ് ആന്റണി ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയുടെ നായികയും നായകനും രണ്ടുപേരും തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ മക്കളാണ്. അപ്പൊ അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഒരു തെറ്റൊന്നുമില്ല. ബട്ട് ഇത് കുറച്ചുകൂടെ ഫോഴ്സ്ഫുള്ളി അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനെയും കൂടെ കൊണ്ടുവരികയാണ്. അതായത് വിസ്മയുടെ ആ ഒരു സ്ട്രഗിളും ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിന്റെ കൂടെ ലാലേട്ടനെയും കൊണ്ടുവന്ന്, അതായത് സ്വന്തം മകളെ കൂടെ ഒരു രണ്ടുപേരും ഒരേ സ്ക്രീൻ ഷെയർ പങ്കിടുകയാണ് ചെയ്യുന്ന ഇതിൽ ഒരാവശ്യവും ഇല്ലാത്ത, പേഴ്സണലി അതായത് പടം ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാവശ്യവും ഇല്ലാതെ നടുക്കൊരു കല്ല് വീണിട്ട് ഇതിന്റെ ആവശ്യം എന്താണ്? ഒരു ഒരു ബന്ധവും ഇല്ലാത്ത ഒരാവശ്യം, അതിന് വേണ്ടി തന്നെ കഥയിലേക്ക് ഈ ഒരു മെന്റർ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത് ഈ മലയാള സിനിമയിൽ ഇപ്പൊ നടന്നു വരുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. എല്ലാ സിനിമകളിലും ഈ ബിഗ് എമ്മസിനെ കൊണ്ടുവരിക, നടുക്ക് നിർത്തുക, അവരെ തമ്മിൽ വെച്ച് നടത്തുക, പ്രൊമോഷൻ നടത്തുക. അതായത് ഈ പടം എങ്ങനെയാടാ, ഈ പടം കൊള്ളാം, അതിന്റെ ഇടയിൽ ലാലേട്ടന്റെ ക്യാമിയം കൂടെ ഉണ്ട് കേട്ടാ. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ലാലേട്ടൻ എന്നൊരു ബിഗ് എല്ല്, മൈറ്റി എല്ലിന്റെ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു സൂപ്പർ സ്റ്റാർഡം ഉപയോഗിക്കാൻ വേണ്ടിയും കൂടെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, തുടക്കം എന്നൊരു സിനിമ വിസ്മയ മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കുന്നത്, ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത് വെച്ചോ. പക്ഷെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റണി അല്ല. ഈ സിനിമ ലാലേട്ടനെല്ലാം
ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് വരുന്നുമില്ല. എങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും ഒരു ഓവർവെൽമിഡ് ആയിട്ടുള്ള റെസ്പോൺസ് വരുമോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു വരുന്നില്ല, വരില്ല എന്ന് തന്നെയാണ്. ഇത് അവരൊരു ടാക്ടിക്സ് ആയിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിലേക്ക് ലാലേട്ടനെ പൊതുവായിട്ട് ഇടുമ്പോൾ അവർ പേഴ്സണൽ ലാലേട്ടന്റെ മകളുടെ പടമാണ്, ലാലേട്ടനും കൂടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു വിടാം എന്നുള്ളൊരു സെറ്റപ്പ് അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രൊമോഷൻ, ഈ ലാലേട്ടന്റെ ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ മെയിൻ അല്ലല്ലോ, ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമൊന്നുമല്ല. ഇന്റർവ്യൂസിലൊക്കെ ലാലേട്ടന് വരിക. സി അപ്പം നിങ്ങൾ പറയാം അത് അച്ഛൻ മകളോട് സ്നേഹമാണ്, അങ്ങനെയാണ്. സിനിമയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇന്റർവ്യൂസിലും മറ്റ് ഇതിൽ സംസാരിക്കുന്നത്, മൈക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ സിനിമയിലുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒറ്റയ്ക്കുള്ള വഴി വിടാതെ അതിൻ്റെയൊക്കെ ഫോഴ്സ്ഫുള്ളി കൂടെ വന്ന് നിൽക്കുന്ന ഒരു കടിച്ചു തൂണായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണലായിട്ട് പറയുമ്പോൾ അത് അച്ഛൻ വന്ന് നിന്നാൽ കുഴപ്പമൊന്നും പോലെ, പക്ഷെ ഒരു ആസ് എ സിനിഫയിൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരാൾക്കാർക്ക് മനസ്സിലാവും പറഞ്ഞാലും സിനിമയിലുള്ളവർ തന്നെയാണ് എല്ലാ ഇന്റർവ്യൂസിലേക്ക് പോകുന്നത്. ഇപ്പം ഒരാൾ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ആളുടെ മകളോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ വന്ന് ഇന്റർവ്യൂവിൽ മോള് പാവമാണ്, മോള് പേടിയാണ് എന്ന് പറഞ്ഞ് കൂടെ നിന്നും പാമ്പർ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഈ സിനിമയിൽ സത്യം പറഞ്ഞാല് വിസ്മയ മോഹൻലാലിനെ പാമ്പർ ചെയ്ത് ഒന്ന് മോളവിടെ നില്ലും മോളവിടെ നില്ലെന്ന് പഠിപ്പിച്ച് കൂടെ നിന്ന്, വിസ്മയ മോഹൻലാൽ അഭിനയം മോശമാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ അതിന്റെ അപ്പിയറൻസിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു, ലാലേട്ടന്റെ ക്യാമിയോ. ഇപ്പോഴും ഞാൻ പറയാണ്, പല പടങ്ങളിലും പ്രത്യേകിച്ച് മലയാളത്തിൽ മൈറ്റി ബിഗമ്മസിനെ രണ്ടുപേരെ ഓരോ പടത്തിലായിട്ട് കൊണ്ടുവന്ന് ഓരോ 10-15 മിനിറ്റും കൊടുത്ത് ഓരോ ക്യാമിയോ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി അവർക്ക് ആ ഒരു അപ്പിയറൻസും കൊടുത്ത് പടത്തിന്റെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് അല്ലാതെ സിനിമയിൽ ഫോഴ്സ്ഫുള്ളി അവർ ആവശ്യമുണ്ടോ, അവരെ അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ട വല്ല ബന്ധവും വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ തോന്നുന്നുണ്ടോ, അല്ലെ അവരെ തന്നെ കൊണ്ടുവരാം എന്നുള്ള ഒരു ഒറ്റ പ്രൊമോഷൻ സ്ട്രാറ്റജി ഈ പടം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. മൊത്തം ഒരു പാമ്പർ പരിപാടിയാണ്. അതായത് തലപ്പത്തിരിക്കുന്ന രണ്ടുപേരുടെ മക്കൾ അഭിനയിക്കുന്ന പടമാണ്. അപ്പൊ അത് നല്ല രീതിയിൽ പോകണം, അത് ഫ്യൂച്ചറിൽ അവർ നല്ല രീതിക്ക് ബാധിക്കണം, അത് അവർക്ക് ഒരു നെഗറ്റീവായിട്ട് വരാൻ പാടില്ല. അവരെ കൂടെ നിന്ന് അത് പടത്തിലും കൂടെ നിന്ന് ചെയ്യുന്നതാണ്. അല്ലാതെ അവർ ഒറ്റയ്ക്ക് ചെയ്തതായിട്ട് എൻ്റെ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ഒറ്റയ്ക്ക് ചെയ്തതായിട്ട് പറയില്ല. കാരണം അവർക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, സപ്പോർട്ട് കിട്ടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു പാമ്പർ ചെയ്ത്, അതായത് മോളെ അവിടെ നില്ല് മോളെ അവിടെ നില്ലെന്ന് എപ്പോഴും മോളുടെ കൂടെ ഒരു സിനിമയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കഥയിലും ഫോഴ്സ്ഫുള്ളി ലാലേട്ടനെ കയറ്റി വിടേണ്ടി വരും. അപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരാവശ്യവും ഇല്ലാതെ പടത്തിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് മാത്രമായിട്ട് ആ ഒരു സ്ക്രീൻ പ്ലേയിൽ അല്ലെങ്കിൽ ആ റൈറ്റിംഗിലേക്ക് ലാലേട്ടന് ആ ഒരു മെന്റർ റോളിനെ കുത്തിക്കയറ്റുകയായിരുന്നു എന്ന് വേണം എനിക്ക് പേഴ്സണലി തോന്നിയത്. സീരിയസ്ലി എനിക്ക് ആ ഒരു ക്യാമിയോ റോളുമായിട്ട് ലാലേട്ടൻ വന്ന സന്തോഷം തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും ലാലേട്ടന്റെ ക്യാമിയോ ഇല്ലെങ്കിൽ ആ പടം ഓക്കെയാണ്, ആ പടം നന്നായിട്ട് പൊക്കോണ്ടിരിക്കും. ലാലേട്ടന്റെ ക്യാമിയോ വന്ന് തന്നെ അത് പൊക്കിയടിക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ബട്ട് എന്തോ വെറുതെ ഇപ്പൊ ചത്താപ്പച്ചിയിലെ മമ്മൂക്കയെ കൊണ്ടുവന്ന പോലെ ആൻഡ് ബബ്ബയില് ലാലേട്ടനെ കൊണ്ടുവന്ന പോലെ ഇനിയിപ്പോ ഖലീഫയില് ലാലേട്ടൻ വരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഖലീഫയിലൊക്കെ ലാലേട്ടൻ വരുമ്പോൾ അതൊരു വലിയൊരു പടമാണ്, ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഉണ്ട്. അപ്പോ അത് പിന്നെയും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഓക്കെയാണ്, അത് നമുക്ക് പിന്നെയും എക്സ്പെക്ടേഷൻ അത് മതി അങ്ങനെ തോന്നും. ബട്ട് ഇത് ആ ഒരു സിനിമയിൽ ലാലേട്ടന്റെ ഒരു ആവശ്യവും ഇല്ല, ആ ക്യാരക്ടറിന്റെ ഒരു ആവശ്യവും ഇല്ല, ആ മെന്ററായിട്ട് വേറെ ആർക്ക് വേണോ അഭിനയിക്കാൻ പറ്റും. ബട്ട് ഫോഴ്സ്ഫുള്ളി ജൂഡ് ആന്റണി എന്ന ഡയറക്ടർ അല്ലെങ്കിൽ ആന്റണി പെരുമ്പ എന്ന പ്രൊഡ്യൂസർ ആ ഒരു സിനിമ അല്ലെങ്കിൽ വിസ്മയ മോഹൻലാൽ എന്ന പുതുനായികയുടെ ഫസ്റ്റ് പടം ആക്ടിംഗ് ഡെബ്യൂട്ടിലേക്ക് ലാലേട്ടനും കൂടെ വരുമ്പം ആ സിനിമയുടെ വിസിബിലിറ്റി കൂടെയാണ്. തന്റെ മോളുടെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, തന്റെ മോളുടെ അഭിനയം, ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുകയാണ്. പ്രത്യേകിച്ച് അതിന് ഒരു പ്രൊമോഷൻ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പടത്തിൽ നോക്കുമ്പോൾ ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്നു, പിന്നെ ലാലേട്ടന്റെ സപ്പോർട്ടും കാര്യങ്ങളും. പേഴ്സണലി ലാലേട്ടന്റെ ആ ഒരു ക്യാമിയോടെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക്. ആ ഫൈറ്റ് എന്തിനാണ്? ലാലേട്ടൻ വമ്പനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജൂഡ് ആന്റണി എന്ന ഡയറക്ടർ ലാലേട്ടനെ പോലെ ഒരു വലിയ ആൾ വരികയാണ്, അപ്പൊ എന്തേലും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാവരും വല്ലതും പറഞ്ഞാലും സത്യത്തിൽ പല ആൾക്കാരും പറഞ്ഞ ലാലേട്ടന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് തോന്നുന്നത്? ലാലേട്ടന്റെ ക്യാമിയോയുടെ ആവശ്യം പടത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ?